ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കാണിച്ചു തരാം. നമ്മുടെ ചോപ്പർ ഉണ്ടല്ലോ, അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാളയൊക്കെ ചേർത്ത് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ വായോ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോപ്പർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോപ്പർ ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, നമുക്ക് ഇത് ഇതേപോലെ മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സവാളേന്റെ ഒക്കെ ഒരു 1/4 ഭാഗം മതിയാവേ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിന്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അതും ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് അടച്ചു വെച്ച് നല്ല പോലെ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പം മിക്സിയുടെ ജാറിലാണെങ്കിൽ 2 വട്ടം പൾസ് മോഡിൽ ഇട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ അതാണ്ട് ഒന്നാക്കി എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ദോശ പാനാണ് ഞാൻ എടുക്കുന്നത്. ഫ്രൈങ് പാൻ എടുത്താലും മതി. അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പം ഓയിലിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി എടുക്കാം. ഇതൊന്നും അല്ല, ഈ നോൺ സ്റ്റിക്കിന്റെ പാനിൽ ഓയിലും ബട്ടറും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ മോനൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു അല്പം കൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഇത്തിരി ബട്ടർ ചേർത്തുന്നേ ഉള്ളൂ. അപ്പൊ അതാണ്ട് ഇതുപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് ഇരിക്കട്ടെ, ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഈ മുട്ട ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് ആ ലിഡിനകത്തൂടെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് മുട്ട ഇങ്ങനെ പൊങ്ങി വരുമ്പം. ഇത് അടച്ചു വെക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒന്ന് വരുന്നത്. തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി അങ്ങനെ ഒന്നും വരൂല. അപ്പൊ അതാണ്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു 1/4 ഭാഗത്തോളം മുട്ട വെന്തിട്ടുണ്ട്. അപ്പൊ ലിഡൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് മൊസറല്ല ചീസ് ഉള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഗ്രേറ്റ് ചെയ്ത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ അത് തന്നെ ഒന്ന് ചേർത്താൽ മതി. അപ്പം ചീസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ചീസ് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഈ ഒരു റെസിപ്പി അങ്ങനെ പൂർണ്ണമാവണമെങ്കിൽ കുറച്ച് ചീസും കൂടി ഇടുമ്പോഴാണ് അടിപൊളി കേട്ടോ. അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടി ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും മുട്ടയും നല്ലപോലെ വെന്ത് കിട്ടും. അപ്പൊ അതാണ്ട് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് തിരിച്ചിടല് മറിച്ചിടല് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. അതാണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അടിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തതാണ്. ഒട്ടും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഫ്ലെയിം ഓഫാക്കി ഒരു അല്പസമയം ഒരു 5 മിനിറ്റ് അങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ. എന്നിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. പക്ഷെ ഇത് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി റൈസ് ആണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ നമുക്കിതിങ്ങനെ തണുത്ത് കഴിയുമ്പോഴേക്കും ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാം, കട്ട് ചെയ്ത് കഴിക്കാം. ഞാനിത് ഉണ്ടാക്കിയത് കട്ട് ചെയ്തപ്പോൾ എൻ്റെ മോൻ വന്ന് ചോദിക്കുക, പിസ്സ ഉണ്ടാക്കിയതാണോ ഉമ്മച്ചീന്ന്. അപ്പൊ കണ്ടോ, കുട്ടികൾക്കൊക്കെ വൈകിട്ടൊക്കെ കൊടുക്കാനും നല്ലതാണ്. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ അതാണ്ട് സംഭവം കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. എന്ത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി എടുത്തതാണെന്ന് നോക്കിയേ. എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കി അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ ചോറിന്റെ കൂടെയാണ് കേട്ടോ അത് കഴിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ